നമസ്കാരം. ദേ നമ്മുടെ അമ്മായി ഭാഗ്യം ഒരു വേലക്ക് ശേഷം ദേ വന്നിട്ടുണ്ട്. പുള്ളിക്കാർക്ക് എന്തോ പറയാണ്ടെന്ന് കേട്ടിട്ട് വരാം, കേട്ടോളെ ഭയമാര്. സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എടുത്ത ഡിസിഷൻ, പ്രധാനപ്പെട്ട 2 ഡിസിഷനും തെറ്റായിരുന്നു എന്ന് എനിക്ക്. ഒന്ന്, ഡബ്ബിംഗ് എന്ന് പറയുന്നൊരു മേഖല. 2, വിവാഹം കഴിച്ചത്. ഇത് 2ഉം തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഭാഗ്യം അങ്ങനെ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു കുറ്റബോധം വരികയാണ്. പ്രധാനപ്പെട്ട 2 ഡിസിഷൻസ് ഭാഗ്യത്തിന് തെറ്റായിരുന്നു തോന്നാണ്. ഒന്ന് വിവാഹമാണ്. വിവാഹം കഴിച്ച് അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു കുറ്റബോധം ആരാണാവോ ആ അനുഭവിച്ച മനുഷ്യൻ, എനിക്ക് അയാളെ അറിയില്ല കേട്ടോ. രണ്ടാമത്തത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ താങ്കൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ മുഴുവൻ ജനം താങ്കളോട് കടപ്പെട്ടിരിക്കുമായിരുന്നു. മൂന്നാമത്തൊരു ഡിസിഷൻ കൂടി താങ്കൾ തെറ്റായിരുന്നു. അതാണ് നടിയെ ആക്രമിച്ച കേസിൽ ആ നടനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്. മനസ്സിലായോ? അദ്ദേഹം 8 വർഷത്തോളം നിങ്ങളുടെ എല്ലാ പീഡനവും സഹിച്ച് മുണ്ടാതിരുന്നു. ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് വിട്ടു. ബാക്കിയുള്ള പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ അവിടെ നിർത്തിയില്ല. നിങ്ങൾ ആ നടനെ കൂട്ടം കൂടി ആക്രമിച്ചു കൊണ്ടേയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ 8 വർഷത്തെ ലൈഫിൽ ഉറക്കം കെടുത്തി ഒടുവിലൊരു നാൾ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വന്നിട്ട് പോലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ വ്യക്തിയെ ശിക്ഷിച്ചില്ല എന്നൊരൊറ്റ കാരണത്തിന്മേൽ നിങ്ങൾ വീണ്ടും കൂട്ടം കൂടി അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ തെരുവുകളിൽ മെഴുകുതിരി കത്തിച്ച് അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ഡിസിഷനും ഒരു നാൾ നിങ്ങൾ വന്ന് പറയേണ്ടി വരും തെറ്റായിരുന്നു എന്നുള്ളത്. കുറ്റബോധം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ പിടികൂടും. അന്ന് നിങ്ങൾക്കുള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഞാൻ ഇൻവെർട്ടഡ് കോമയിലിട്ട് പറഞ്ഞു, ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ അടുത്ത് പറയും, ആ ഡിസിഷനും എൻ്റെത് തെറ്റായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പെയ്ഡ് വർക്കിംഗ് മാത്രമായിരുന്നു എന്നത് നിങ്ങൾ പൊതുജനത്തിനോട് പറയേണ്ടി വരും. ഭാഗ്യം അങ്ങനൊരു ദിവസം കൂടി ഇതുപോലെ ഞങ്ങൾ കാണും. അതിനായി ഞങ്ങൾ കാത്തിരിക്കും. ഓരോന്നോരോന്നായി പുറത്ത് വായോ. ഡിസിഷൻസ് തെറ്റാണെന്ന് നിങ്ങൾ പുറത്ത് പറയൂ. ഒരു പാവത്തെ നിങ്ങൾ കൂട്ടം കൂടി ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ. ഇന്നും നിങ്ങളത് തുടരുന്നു. തെരുവുകളിൽ മെഴുകുതിരി കത്തിച്ചും നിങ്ങൾ തുടരുന്നു. നിങ്ങൾ ആ ടാഗ് ലൈനും കൊണ്ട് നടക്കുകയാണ്. ലക്ഷ്യം നിങ്ങൾക്ക് ആ മനുഷ്യൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ നാശം, അദ്ദേഹത്തിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ലക്ഷ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നിലുള്ള ആളുകൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എല്ലാമുണ്ട്. ഒരു നാൾ ആ ഡിസിഷനും തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പറയും. ഭാഗ്യം കാണട്ടെ.